ബേത്ലഹേമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു രാജാവ് വേഷപ്രച്ഛന്നനായി തൻ്റെ രാജ്യത്തിലൂടെ നടക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഒരു യുവാവിനെ കണ്ടു. ആ യുവാവ് വലിയ ജ്ഞാനിയായിരിക്കുമെന്ന് കരുതി രാജാവ് അയാളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിൽ അയാൾ വന്ന് വളരെ സുഖമായി ജീവിക്കുകയാണ്. അയാളിൽ നിന്നും ഒരു ജ്ഞാനമോ ഒരു ഉപദേശമോ രാജാവിന് ഒരിക്കലും ലഭിച്ചില്ല. അപ്പോൾ രാജാവിന് തോന്നി, ഇയാൾ വലിയ ജ്ഞാനിയൊന്നുമല്ലെന്ന് തോന്നുന്നു. രാജാവ് ആ യുവാവിനോട് പറഞ്ഞു, ഞാനും താങ്കളും ഇവിടെ സുഖമായി ജീവിക്കുന്നു. ഞാനും താങ്കളും തമ്മിൽ എന്താണ് പിന്നെ വ്യത്യാസം? ആ യുവാവ് പറഞ്ഞു, ഞാനും താങ്കളും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നറിയാൻ രാജാവേ, അങ്ങ് എൻ്റെ കൂടെ രാജ്യത്തിൻ്റെ അതിർത്തി വരെ വരണം. രാജാവ് സമ്മതിച്ചു. രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ യുവാവ് രാജാവിനോട് പറഞ്ഞു, ഞാൻ ഇനിയും മുന്നോട്ട് പോകും. അങ്ങയ്ക്ക് എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ? രാജാവ് പറഞ്ഞു, ഇല്ല, എനിക്ക് സ്വന്തമായി ഒരു രാജ്യവും ഭരണ സംവിധാനവും കുടുംബവുമുണ്ട്. അത് ഉപേക്ഷിച്ച് അങ്ങോട്ട് വരുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഉടനെ യുവാവ് മറുപടി പറഞ്ഞു, അതുതന്നെയാണ് ഞാനും താങ്കളും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് സ്വീകരിക്കുന്നത് പോലെ തന്നെ ഉപേക്ഷിക്കുവാനും സാധിക്കും. താങ്കൾക്ക് അത് സാധിക്കുകയില്ല. ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലെ ആകർഷണ വലയത്തിൽപ്പെട്ട് അവിടെ തന്നെ നിൽക്കാൻ ജ്ഞാനികൾ തീരുമാനിച്ചില്ല. അവർ ആ കൊട്ടാരം വിട്ട് പുൽക്കൂട്ടിലേക്ക് യാത്ര തുടർന്നു. നമുക്കും കൊട്ടാരങ്ങൾ വിട്ട് പുൽക്കൂട്ടിലേക്ക് യാത്ര തിരിക്കാം. ബേത്ലഹേമിലേക്ക് നമുക്ക് യാത്ര പോകാം. യേശുനാമത്തിൽ സ്നേഹവന്ദനം.